നമുക്ക് ഒരു ആനിവേഴ്സറി ഹാമർ സെറ്റ് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഈ ഹാമറൊക്കെ നമ്മൾ എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യാൻ പറ്റുക, നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും, എങ്ങനെ അടിപൊളിയായിട്ട് ഹാമറൊക്കെ സെറ്റ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ അടുത്ത് ഒരു കസ്റ്റമർ ഹാപ്പി ബർത്ത്ഡേക്ക് പറ്റിയ ഒരു ഗിഫ്റ്റ് ഹാമർ ചെയ്യുമെന്ന് പറഞ്ഞു വിചാരിക്കും. അപ്പോൾ ഞാനൊക്കെ കസ്റ്റമൈസേഷനാണ് ചെയ്യുന്നത്. അതായത് കസ്റ്റമർക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവില്ലേ, ഇപ്പോൾ അവരുടെ കയ്യിൽ ഒരു 1000 രൂപയുള്ളതെന്ന് വെച്ചാൽ ആ 1000 രൂപയ്ക്കുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പിന്നെ ഒരു ടെൻഷനില്ല, എത്ര രൂപ പറയണം എന്നൊന്നുമില്ല. അപ്പോൾ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അതല്ലെങ്കിൽ അവർക്ക് കുറച്ച് മോഡൽസ് അയച്ചു കൊടുക്കുക. ഇപ്പം നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ ഇൻട്രസ്റ്റ് ചെയ്ത് നല്ല അടിപൊളി ഹാമ്പറൊക്കെ നോക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വെച്ചിരിക്കുന്ന ചോക്ലേറ്റും ഹാമ്പറിൻ്റെ റേറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ റേറ്റ് പറയാനായിട്ട്. പിന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് എത്ര വേണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. കാരണം നമ്മളുടെ ഐറ്റംസിന് വരുന്ന കോസ്റ്റ്, നമ്മളുടെ എഫേർട്ട്, ടൈം ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് എത്ര ലാഭം എടുക്കുമെന്ന് തോന്നുന്നു അത്രയും നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 500-ൻ്റെ ഹാമ്പറാണ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ 300 രൂപയ്ക്ക് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് 200 രൂപ ലാഭമായിട്ട് എടുക്കാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റിനുപരി നമ്മളുടെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനാണ് നോക്കേണ്ടത്. അവർ സാറ്റിസ്ഫൈ ആയാൽ നമുക്ക് ഇനി ഓർഡേഴ്സ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് ലാഭം, അതായത് ലാഭം എന്ന് പറയാനുണ്ടാവില്ല, ഈ ഒരു ലാഭം കൊണ്ട് വേണം നമുക്ക് അടുത്ത ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുന്ന ഐറ്റംസൊക്കെ നമ്മൾ ഈ ഒരു കുറച്ച് പൈസ കൊണ്ട് വേണം നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ചധികം ഓർഡേഴ്സ് കിട്ടാനാണ് നമ്മൾ പ്രോഫിറ്റ് കിട്ടുന്നതിനേക്കാളും കൂടുതൽ നോക്കേണ്ടത്. കുറച്ച് ഓർഡേഴ്സൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര റേറ്റ് പറയണം, ഇതിനൊക്കെ എത്ര രൂപ വരും എന്നൊക്കെ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമ്മൾ ഗിഫ്റ്റ് ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് കട്ടിട്ടേ വെക്കാണ്ട്, അതായത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെക്കാണ്ട് ഇങ്ങനെ കുറച്ച് നിരത്തി വെക്കാം. ഡബിൾ ടൈപ്പ് കൂട്ടിച്ചിട്ട് നിരത്തി വെക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാണാനുണ്ടാവും. ചിലർ കസ്റ്റമേഴ്സിന് തൃപ്തി ഉണ്ടാവില്ല, കാരണം അട്ടിട്ടേ വെക്കുമ്പോൾ ബോക്സ് വളരെ ചെറുതാവും. അപ്പോൾ അവർ കൊടുത്ത റുപ്പീസിനുള്ള ഐറ്റം അവർക്ക് കിട്ടിയില്ല എന്നൊക്കെ തോന്നും. അപ്പോൾ ഇങ്ങനെ നിരത്തി വെക്കുമ്പോൾ കുറച്ചും കൂടെ ഉള്ളതായിട്ട് തോന്നും. അങ്ങനെ കുറച്ച് ടിപ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വർക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ഞാൻ ചെയ്ത വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കാരണം പലരും പല രീതിക്കായിരിക്കും വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതുപോലത്തെ എൻ്റെ കുഞ്ഞു ടിപ്സും ട്രിക്സൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.